ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസൈ ചാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സവാള കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഇതുപോലെ വലിയ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതായി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഇത് ഇതുപോലെ ഇതളുകളാക്കി എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേരുന്ന ചേരുവകളൊക്കെ ഇതിലൊന്ന് നല്ലതുപോലെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വേറിട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സവാളയുടെ ഈ ഒരു ഇതളുകളൊക്കെ അതാ ഇതുപോലെ ഒന്ന് വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പം ഞാനിതാ ഇവിടെ പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ഒരു പച്ചമുളകും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്, അതായത് സുറുക്കയാണ്. അപ്പോൾ വിനാഗിരി തന്നെ ഞാനിവിടെ 2 സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെടുക്കുന്ന ഉള്ളിക്കനുസരിച്ചിട്ട് വേണം ഇവിടെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി പുളി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. സ്പൂണ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുത്താൽ ഈ ഒരു ഉള്ളിയിലേക്ക് ഉപ്പും വിനാഗിരിയൊക്കെ നല്ലതുപോലെ പിടിക്കും. അപ്പോൾ അതിന് വേണ്ട ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം നമുക്കിതൊരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാനായിട്ട് നോക്കുക. എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഉള്ളിക്ക് നല്ലൊരു കളറ് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇതാ കാശ്മീരി മുളക് പൊടി അതാണ് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒരു കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു ഉള്ളിയിലേക്ക് കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്കൊരു സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു ഉള്ളിയുടെ മിക്സിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഇതാ എന്നിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പോ അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയൊക്കെ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലെ ഒരു മസാല ഫുള്ളായിട്ട് ഒരു ഉള്ളിലോട്ട് പിടിക്കത്തക്ക രീതിക്ക് വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഒരു 2 ദിവസമൊക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ചോറിനായാലും എന്തിൻ്റെ കൂടെ വേണം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്കിൽ മാത്രമേ ഈ ഒരു ഉള്ളിയിലേക്ക് ഈ ഒരു വിനാഗിരി ഉപ്പും അതുപോലെ തന്നെ ഈ ഒരു പൊടികളൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു ഉള്ളിയിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഇരുന്നതിന് ശേഷം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുള്ളത്. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ പച്ച സവാളയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചവർപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഞാൻ 2ാമത്തെ ദിവസം ഇതുപോലൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിലാക്കി വെച്ചിട്ട് ഞാനപ്പോൾ നല്ല ടേസ്റ്റിന് ഇപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കറിയൊക്കെ ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക്
നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും സവാള ഉള്ളതാണ്. അപ്പോൾ സവാള കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ കറികളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.